ഇൻഹെറിറ്റൻസിന് കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷേ എന്താണ് ഇൻഹെറിറ്റൻസിന് കാരണമാകുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ മെന്റലിന് കഴിഞ്ഞില്ല. ആ സമയത്ത് അത്രയൊന്നും ടെക്നിക്സ് ഒന്നും അത്രയൊന്നും ഡെവലപ്ഡ് ആയിരുന്നില്ല. അതിനുശേഷം ഒരുപാട് സയന്റിസ്റ്റുകൾ ഇങ്ങനെ എന്താണ് ഈ ഒരു കോമ്പൗണ്ട്, പർട്ടിക്കുലർ കോമ്പൗണ്ട് എന്താണ്, ഇൻഹെറിറ്റൻസിന് കാരണമായ പർട്ടിക്കുലർ കോമ്പൗണ്ട് എന്താണ് എന്നറിയാൻ വേണ്ടി ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തി. അങ്ങനെ ഫസ്റ്റ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിപ്പോർട്ട് നടത്തിയ ഒരു സയന്റിസ്റ്റ് ആണ് ഫ്രെഡറിക് മിഷർ. ഫ്രെഡറിക് മിഷർ പറഞ്ഞു there is something acidic substances present inside the nucleus. ന്യൂക്ലിയസിനുള്ളിൽ എന്തോ ഒരു അസിഡിക് സബ്സ്റ്റൻസ് കാണുന്നുണ്ട്. അയാൾ അതിന് കൊടുത്ത പേരാണ് ന്യൂക്ലിൻ. ന്യൂക്ലിയസിന്റെ ഇൻസൈഡിൽ കാണുന്ന അസിഡിക് സബ്സ്റ്റൻസ് അതിന് കൊടുത്ത പേരാണ് ന്യൂക്ലിൻ എന്നുള്ള പേര് കൊടുത്തു. ഇതാണ് ആദ്യമായിട്ട് ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്നുള്ള ഫസ്റ്റ് ഒരു ക്ലൂ കിട്ടുന്നത് ഈ ഫ്രെഡറിക് മിഷർ കൊടുക്കുന്ന ഈ ന്യൂക്ലിൻ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്നാണ്. ന്യൂക്ലിയൻ എന്നാൽ അയാൾ പറഞ്ഞു there is something acidic substance present inside the nucleus. ശരിക്കും എന്താണ്? DNA ആണ്, ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആണ് അസിഡിക് സബ്സ്റ്റൻസ്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ ഒന്നും ടെക്നിക്സ് അത്ര ഡെവലപ്ഡ് ആയിരുന്നില്ല. അതുകൊണ്ട് ഇത്ര വരെ അദ്ദേഹം കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. പിന്നീട് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ഇവർ രണ്ടുപേരുമാണ് DNA സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത്. ഇവർ കണ്ടുപിടിച്ചൊരു മോഡൽ, DNA സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അവർ കൺസ്ട്രക്ട് ചെയ്ത ഒരു മോഡലാണ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. ഇതാണ് ഇവർ DNA സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന മോഡലാണ് വാട്സണും ക്രിക്കും. ഈ വാട്സണും ക്രിക്കും DNA ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടുപിടിച്ചത് DNA എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ ഡേറ്റ യൂസ് ചെയ്തിട്ടായിരുന്നു. ബൈ യൂസിങ് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ ഡേറ്റ. ഓക്കെ ആണല്ലോ. ബൈ യൂസിങ് ഡേറ്റ ഫ്രം എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ഓഫ് DNA. അങ്ങനെ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ഓഫ് DNA യൂസ് ചെയ്തിട്ട് അവര് വാട്സൺ ആൻഡ് ക്രിക്ക് DNA ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തു. DNAക്ക് സ്ട്രക്ചർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു മോഡൽ അവർ പ്രപ്പോസ് ചെയ്തു. ആ മോഡലിന്റെ പേരായിരുന്നു ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. ഓക്കെ ആണല്ലോ. അപ്പൊ അവർക്ക് ഈ ഡേറ്റ, ഈ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തിയത് ഇവരായിരുന്നില്ല, വാട്സണും ക്രിക്കും ആയിരുന്നില്ല, മറ്റു രണ്ട് സയന്റിസ്റ്റ് ആണ്. ആ രണ്ട് സയന്റിസ്റ്റിന്റെ റിസൾട്ടിന്റെ ഡേറ്റ യൂസ് ചെയ്തിട്ടാണ് വാട്സണും ക്രിക്കും ഈ ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA അത് പ്രപ്പോസ് ചെയ്തത്. ആ രണ്ട് സയന്റിസ്റ്റിന്റെ പേരാണ്, അതായത് ഈ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്ത രണ്ട് സയന്റിസ്റ്റ് ആണ് മൗറി വിൽക്കിൻസ് ആൻഡ് റോസലാൻഡ് ഫ്രാങ്ക്ലിൻ. ശരിക്കും ഇതൊരു ലേഡിയാണ്. ശരിക്കും ഈ ലേഡിയാണ് ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തിയത്. ഈ ലേഡിയുടെ സയന്റിസ്റ്റ് ആണ്. ഈ സയന്റിസ്റ്റിന്റെ അണ്ടറിലാണ് ഫ്രാങ്ക്ലിൻ വർക്ക് ചെയ്തത്. ഈ ലേഡി വർക്ക് ചെയ്ത് മോറിസ് വിൽക്കിൻസ് എന്ന് പറയുന്ന ഈ ഒരു സയന്റിസ്റ്റിന്റെ അണ്ടറിലാണ്. അങ്ങനെ ഈ റോസലാൻഡ് ഫ്രാങ്ക്ലിൻ എന്ന ഈ ലേഡിയാണ് ശരിക്കും DNA എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്ത് ആ ഡേറ്റയെ യൂസ് ചെയ്തിട്ടാണ് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് DNA ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ ആണല്ലോ. ഈ വാട്സൺ ആൻഡ് ക്രിക്ക് ഇവർ ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA പ്രപ്പോസ് ചെയ്യുന്ന ഇയർ ആണ് 1953. ഈ ഇയറിലാണ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA പ്രപ്പോസ് ചെയ്യുന്നത്. ഈ ഇയർ എൻട്രൻസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത് DNA കുറിച്ച് ഫസ്റ്റ് ഒരു ക്ലൂ കൊടുക്കുന്നത് ഫ്രെഡറിക് മിഷർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞു ന്യൂക്ലിയസിനുള്ളിൽ എന്തോ ഒരു അസിഡിക് സബ്സ്റ്റൻസ് പ്രസന്റ് ആണ്. അദ്ദേഹം അതിന് കൊടുത്ത പേരായിരുന്നു ന്യൂക്ലിൻ എന്നുള്ള പേര് കൊടുത്തു. പിന്നീട് DNA സ്ട്രക്ചർ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റ് ആണ്. അവർ DNA സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മോഡലാണ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. ഉണ്ടാക്കിയ വർഷമാണ്, ഈ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്യുന്ന വർഷമാണ് 1953. ഇത് അവർ ഡബിൾ ഹെലിക്സ് മോഡൽ ആ മോഡൽ അവർ ഉണ്ടാക്കുന്നത് DNA എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ ഡേറ്റാസ് യൂസ് ചെയ്തിട്ടാണ്. DNA എക്സ്റേ ഡിഫ്രാക്ഷൻസ് ഒക്കെ എടുത്ത് നോക്കി, എക്സ്റേ എങ്ങനെ ഡിഫ്രാക്ട് ചെയ്യുന്നു അതൊക്കെ എടുത്ത് നോക്കി.
ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തിയ സയന്റിസ്റ്റ് ആണ് മോറിസ് വിൽക്കിൻസ് ആൻഡ് റോസ്ലാൻഡ് ഫ്രാങ്ക്ലിൻ. അപ്പൊ ഇവരുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് യൂസ് ചെയ്തിട്ടാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA പ്രപ്പോസ് ചെയ്തത്. ഇയർ ഇമ്പോർട്ടന്റ് ആണ് 1953. നമ്മൾ രണ്ട് സയന്റിസ്റ്റിന്റെ പേര് പറഞ്ഞു, ഫ്രെഡറിക് മിഷർ, വാട്സൺ ആൻഡ് ക്രിക്ക്. രണ്ട് സെറ്റ് ഓഫ് സയന്റിസ്റ്റിന്റെ പേര് പറഞ്ഞു. നമ്മൾ മൂന്നാമത് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് എർവിൻ ചർഗാഫ്. അപ്പൊ DNA ബേസ് കമ്പോസിഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ തന്ന സയന്റിസ്റ്റ് ആണ് എർവിൻ ചർഗാഫ്. DNA ബേസ് കമ്പോസിഷൻ, എങ്ങനെയാണ് DNA ബേസിസ് ഇരിക്കുന്നത് എന്നുള്ള കമ്പോസിഷൻ. ഇവർ പറഞ്ഞു DNA ഡബിൾ സ്ട്രാൻഡ് ആണെന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ബേസ് കമ്പോസിഷനെ കുറിച്ച് ഒരു റൂൾ ഉണ്ടാക്കി. ഇതാണ് എർവിൻ ചർഗാഫ്. എർവിൻ ചർഗാഫ് ഉണ്ടാക്കിയ റൂളാണ് ചർഗാഫ് റൂൾ. ചർഗാഫ് റൂൾ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു DNA ഇത് ചർഗാഫ് റൂൾ ഒബേ ചെയ്യുന്നത് ഡബിൾ സ്ട്രാൻഡഡ് DNA മാത്രമാണ്. വേറെ ഒരാളും DNA ഈ ചർഗാഫ് റൂൾ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ. നമ്മൾ പറയുന്നത് എർവിൻ ചർഗാഫ് റൂൾ ആണ് പറയുന്നത്. ഇത് ഒബേ ചെയ്യുന്നത് ഡബിൾ സ്ട്രാൻഡഡ് DNA മാത്രമാണ്. സിംഗിൾ സ്ട്രാൻഡഡ് DNAയോ RNAയോ ഇത് ഒബേ ചെയ്യില്ല. ഓക്കെ ആണല്ലോ. RNA സിംഗിൾ സ്ട്രാൻഡ് ആയിക്കോട്ടെ, RNA ഡബിൾ സ്ട്രാൻഡ് ആയിക്കോട്ടെ, അതുപോലെ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിക്കോട്ടെ, ഈ ഒരു റൂൾ ഒബേ ചെയ്യില്ല. ഡബിൾ സ്റ്റാൻഡേർഡ് DNA മാത്രമാണ് ഈ ഒരു റൂൾ ഒബേ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഈ റൂൾ അനുസരിച്ച് നമ്പർ ഓഫ് അഡിനിൻ എത്രയുണ്ടോ അത്രയും നമ്പർ ഓഫ് തൈമിൻ ഉണ്ടാകും. നമ്പർ ഓഫ് അഡിനിൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് തൈമിൻ ആയിരിക്കും. അതുപോലെ നമ്പർ ഓഫ് ഗ്വാനിൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈറ്റോസിൻ. ഇതാണ് ചർഗാഫ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. എത്ര അഡിനിൻ ഉണ്ടോ അത്രയും തൈമിൻ ഉണ്ടാകും, എത്ര ഗ്വാനിൻ ഉണ്ടോ അത്രയും സൈറ്റോസിൻ ഉണ്ടാകും. നമുക്ക് ഇന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇതനുസരിച്ച് A+G ഈസ് ഈക്വൽ ടു T+C. ഓക്കെ ആണല്ലോ. A+G നമുക്ക് എന്ത് പറയാം, ഇത് പ്യൂരിൻ ആണ് അല്ലേ, പ്യൂരിൻ ആണ്. A+G എന്ന് പറയുന്നത് പ്യൂരിൻ ആണ്. T+C എന്ന് പറയുന്നത് പിരമിഡിനാണ്. നമുക്ക് PU എന്ന് കാണിച്ചിരിക്കുന്നത് പ്യൂരിനെയും PY എന്ന് കാണിച്ചിരിക്കുന്നത് പിരമിഡിനെയാണ്. അപ്പോൾ ഇതാണ് ചർഗാഫ് റൂൾ. A+G ഈസ് ഈക്വൽ ടു T+C. അത് നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, നമ്പർ ഓഫ് പ്യൂരിൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പിരമിഡിൻ. ഓക്കെ ആണല്ലോ. നമുക്ക് വേറൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. മറ്റൊരു രീതിയിൽ നമുക്കിനി ഇന്റർപ്രറ്റ് ചെയ്യാം. A+G ഡിവൈഡഡ് ബൈ T+C ഈസ് ഈക്വൽ ടു A+T ഡിവൈഡഡ് ബൈ T+C ഈസ് ഈക്വൽ ടു 1. ഇതാണ് ചർഗാഫ് റൂളിന്റെ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചർഗാഫ് റൂളിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ അല്ല, ഈ മൂന്ന് രീതിയിൽ A+G ഈസ് ഈക്വൽ ടു T+C എന്ന് പറയുമ്പോൾ A+G ഡിവൈഡ് ബൈ T+C ഈസ് ഈക്വൽ ടു 1. അത് പ്യൂരിൻ ഈസ് ഈക്വൽ ടു പിരമിഡിൻ ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്കിതിനെ വേറെ രീതിയിൽ എഴുതാം. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ നമ്പർ ഓഫ് പ്യൂരിൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പിരമിഡിൻ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ചർഗാഫ് റൂളിനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ. ഒരു പക്ഷെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. സപ്പോസ് ഒരു DNAയിൽ നമ്പർ ഓഫ് സൈറ്റോസിൻ ഈസ് ഈക്വൽ ടു 20% ആണ്. DNAയിൽ 20% സൈറ്റോസിൻ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് തൈമിൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സൈറ്റോസിന്റെ കോൺസെൻട്രേഷൻ എത്രയാണെങ്കിൽ, സൈറ്റോസിൻ ഇത്ര പെർസെൻറ്റേജ് കാണുന്നു എന്നുണ്ടെങ്കിൽ തൈമിൻ എത്ര കാണുന്നു എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കറിയാം എത്ര സൈറ്റോസിൻ ഉണ്ടോ അത്രയും ഗ്വാനിനും ഉണ്ടാകും. ഓക്കെ ആണല്ലോ. സൈറ്റോസിൻ 20% ആണെങ്കിൽ ഗ്വാനിനും സൈറ്റോസിൻ 20 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഗ്വാനിനും 20 തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് പറയാം C+G എത്ര വരും, 40% വരും. റിമൈനിങ് 60% ആണുള്ളത്. ആ 60%ന്റെ 30%ഉം തൈമിനായിരിക്കും, റിമൈനിങ് 30% അഡിനിനായിരിക്കും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എത്രയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് സൈറ്റോസിൻ എത്രയാണെങ്കിൽ എമൗണ്ട് ഓഫ് തൈമിൻ എത്രയാണ് എന്നുള്ളതായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. സൈറ്റോസിൻ 20 ആണെന്നുണ്ടെങ്കിൽ ഗ്വാനിൻ 20 ആയിരിക്കും. അപ്പോൾ സൈറ്റോസിൻ പ്ലസ് ഗ്വാനിൻ 40 വരും. റിമൈനിങ് ആയിട്ടുള്ള 60ഉം അഡിനും തൈമിനും കൂടിയായിരിക്കും. ആ 60 നേരെ പകുതി അഡിനായിരിക്കും, ബാക്കി പകുതി തൈമിനായിരിക്കും. 30% തൈമിനായിരിക്കും. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്കിങ്ങനെ ചർഗാഫ് റൂൾ വെച്ച് പ്രോബ്ലം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ചർഗാഫ് റൂൾ വെച്ചുള്ള പ്രോബ്ലം. അടുത്തത് നമ്മൾ പറയുന്നത് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNAയുടെ ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. ഓക്കെ ആണല്ലോ. നമുക്കൊരു ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ ആണല്ലോ. ഇതെങ്ങനെയാണ് നമ്മളൊരു DNA വരയ്ക്കണം. ഡബിൾ സ്റ്റാൻഡ് ആണ്. നമുക്കറിയാം DNA ഡബിൾ സ്റ്റാൻഡ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇങ്ങനെയാണ് നമ്മൾ DNAയുടെ സ്ട്രക്ചർ വരയ്ക്കുന്നത്. ഒരിക്കലും നമ്മളിങ്ങനെ വരയ്ക്കാൻ പാടില്ല. ഇങ്ങനെ വരയ്ക്കരുത്, തെറ്റാണ്. കാര്യം ഇവിടെ ഒരു മേജർ ഗ്രൂവും മൈനർ ഗ്രൂവും വരും. ഇത് ഇങ്ങനെ വേണം വരാൻ.
ഓക്കെയാണല്ലോ. ഒരിക്കലും ഇങ്ങനെ വരച്ചു നോക്കുന്നത് രണ്ട് ഗ്രൂം ഒരുപോലെ കാണാം, അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നത് തെറ്റാണ്. ഒരിക്കലും നമ്മൾ ഇങ്ങനെ DNA നമ്മൾ വരയ്ക്കാൻ പാടില്ല. ഇതിൽ പറയുന്നതാണ് backbone of DNA is made up of sugar and phosphate. Backbone of DNA is made up of sugar and phosphate and nitrogen bases are projected inward. ഇതാണ് പറയുന്നത്. Backbone of DNA is made up of sugar and phosphate and nitrogen bases are projected inward. ഇതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മുടെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA യിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് ആണ്. Backbone is made up of sugar and phosphate. Backbone is made up of sugar and phosphate. ഇപ്പൊ നൈട്രജൻ ബേസ് are projected inward. നൈട്രജൻ ബേസ് ഉള്ളിലേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഇവിടെയും ഷുഗർ, ഫോസ്ഫേറ്റ് ഷുഗർ, ഇവിടെ നൈട്രജൻ ബേസ് ഉള്ളിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഷുഗറിലാണ് നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അത് ഉള്ളിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്. ഇനി പറഞ്ഞ സെക്കൻഡ് പോയിന്റ് ആണ് രണ്ട് സ്ട്രാൻഡ്സും ആന്റി പാരലൽ ഇൻ നേച്ചർ ആണ്. നമ്മൾ പറഞ്ഞു DNA ഡയറക്ഷൻ 5 പ്രൈം ടു 3 പ്രൈം ആണ് നമ്മൾ പറഞ്ഞു. ഇവിടെ ആന്റി പാരലൽ ഇൻ നേച്ചർ ആയിരിക്കും. ഇത് 5 പ്രൈം ആണെങ്കിൽ ഈ എൻഡ് 3 പ്രൈം എൻഡ് ആയിരിക്കും. ഇത് 5 പ്രൈം ടു 3 പ്രൈം ആണെങ്കിൽ ഇത് ആന്റി പാരലൽ ആയിരിക്കും. ഈ സ്ട്രാൻഡ് 5 പ്രൈം 3 പ്രൈം എങ്ങനെയായിരിക്കും? രണ്ടും ആന്റി പാരലൽ ആയിരിക്കും. ഒന്ന് 5 പ്രൈം ടു 3 പ്രൈം ഇങ്ങനെ പോകുമ്പോൾ അടുത്ത് 5 പ്രൈം ടു 3 പ്രൈം ഇങ്ങനെ വരും. സോ രണ്ടുപേരും ആന്റി പാരലൽ ആയിരിക്കും. അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞത്. ബോത്ത് സ്ട്രാൻഡ്സ് ഓഫ് DNA ആർ ആന്റി പാരലൽ. ഇതാണ് പറയുന്നത്. രണ്ട് സ്ട്രാൻഡ് DNAക്ക് രണ്ട് സ്ട്രാൻഡ് ഉണ്ട്. ബോത്ത് സ്ട്രാൻഡ്സ് ആർ ആന്റി പാരലൽ. Both strands of DNA are anti-parallel. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് പറയുന്നതാണ്, ഇപ്പൊ ഇതിലുള്ളത് ഈ ഷുഗറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന നൈട്രജൻ ബേസ്. സപ്പോസ് ഈ ഷുഗറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന നൈട്രജൻ ബേസ് ഇവിടെ അഡിനിൻ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തൈമിൻ ആയിരിക്കും വരിക. അഡിനിൻ പെയർ ചെയ്യുന്നത് തൈമിനോട് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ വരുന്നത് ഗ്വാനിൻ ആണെന്നിരിക്കട്ടെ. ഗ്വാനിൻ പെയർ ചെയ്യുന്നത് സൈറ്റോസിനോട് മാത്രമേ ഉള്ളൂ. ഇതാണ് പറയുന്നത്. അഡിനിൻ എല്ലായ്പ്പോഴും തൈമിനോട് മാത്രമേ പെയർ ചെയ്യുള്ളൂ. അതുപോലെ ഗ്വാനിൻ എല്ലായ്പ്പോഴും സൈറ്റോസിനോട് മാത്രമേ പെയർ ചെയ്യുകയുള്ളൂ. മാത്രമല്ല അഡിനും തൈമിനും ഇടയിൽ രണ്ട് ഹൈഡ്രജൻ ബോണ്ട് ആണ് വരുന്നത്. അതിന് ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അഡിനും തൈമിനും ഇടയിൽ രണ്ട് ഹൈഡ്രജൻ ബോണ്ട് ആണ് വരുന്നത്. എന്നാൽ ഗ്വാനിനും സൈറ്റോസിനും ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ട് വരുന്നുണ്ടാകും. ഇതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. അഡിൻ പെയർസ് വിത്ത് തൈമിൻ with the help of 2 hydrogen bond and guanine pairs with the cytosine with the help of 3 hydrogen bond. ഇതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. DNA ഡബിൾ ഹെലിക്സിന്റെ ഫീച്ചേഴ്സ് പറയാണ്. ഫസ്റ്റ് ഫീച്ചർ പറഞ്ഞാണ് backbone is made up of sugar and phosphate and nitrogen base are projected inward. സെക്കൻഡ് പോയിന്റ് പറഞ്ഞാണ് both strands of DNA are anti-parallel. തേർഡ് പോയിന്റ് പറഞ്ഞതാണ് adenine always pairs with thymine with the help of 2 hydrogen bond and guanine pairs with cytosine with the help of 3 hydrogen bond. ഓക്കെ ആണല്ലോ. ഇതാണ് 3 പോയിന്റ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ DNA ഡബിൾ ഹെലിക്സിന്റെ ഫോർത്ത് പോയിന്റ് പറയുകയാണ്. നമുക്കറിയാം DNA ഡബിൾ ഹെലിക്സ് ആണെങ്കിൽ ചുറ്റി ഇരിക്കുകയാണ് അല്ലെ. ഒരു കംപ്ലീറ്റ് ടേണിനെ പറയുന്ന പേരാണ് 1 പിറ്റ്. കംപ്ലീറ്റ് ടേണിനെ പറയുന്ന പേരാണ് പിറ്റ്. 360 ഡിഗ്രിയിൽ ഇങ്ങനെ ചുറ്റി വളഞ്ഞു വന്ന നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് 1 കംപ്ലീറ്റ് ടേൺ. 360 ഡിഗ്രിയിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് 1 പിറ്റ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഫോർത്ത് പോയിന്റ്. 1 കംപ്ലീറ്റ് ടേൺ, അതായത് 360 ഡിഗ്രി കറസ്പോണ്ട്സ് ടു 1 കംപ്ലീറ്റ് ടേൺ. ആ കംപ്ലീറ്റ് ടേണിന് നമ്മൾ പറയുന്ന പേരാണ് പിറ്റ്. ഈ പിറ്റിൽ ഉള്ളത് 10 ബേസ് പെയറുകളായിരിക്കും വരിക. ബേസ് പെയർ നമ്മൾ ഇതിനെ ഒരുമിച്ച് ചേർത്ത് പറയുന്നതാണ് ബേസ് പെയർ. ഓക്കെ ആണല്ലോ. ഇതിനെ ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് ഒരു ബേസ് പെയർ. ഇതിനെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് പറയാം ഒരു ബേസ് പെയർ. ഇങ്ങനെ 10 ബേസ് പെയർസ് ആയിരിക്കും ഒരു കംപ്ലീറ്റ് ചെയിൻ അല്ലെങ്കിൽ ഒരു പിറ്റിൽ വരുന്നത് 10 ബേസ് പെയർസ് ആയിരിക്കും. ഈ 10 ബേസ് പെയർസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആയിരിക്കും. ഇത്രയും ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 ബേസ് പെയർ, 10 ബേസ് പെയർ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് 10 ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് വരും. ഓക്കെ ആണല്ലോ. 10 ബേസ് പെയർ എന്ന് പറയുമ്പോൾ 10 ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് വരും.
ആ കംപ്ലീറ്റ് ടേണിന്റെ അതായത് 10 ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിന്റെ ലെങ്ത് ആണ് 3.4 നാനോമീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബേസ് പെയർസ് പറയുകയാണ്, അതായത് ഒരു ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിന്റെ ലെങ്ത് പറയുകയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബേസ് പെയർ പറയുകയാണ്. എത്രയായിരിക്കും? 3.4 ഡിവൈഡഡ് ബൈ 10. നമുക്കതിനെ പറയാം 3.4 അല്ലെങ്കിൽ 0.34 നാനോമീറ്റർ എന്ന് പറയാം. 0.34 നാനോമീറ്റർ അല്ലെങ്കിൽ 3.4 ആംസ്ട്രോം എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബേസ് പെയർ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിന്റെ ലെങ്ത് പറയുന്നതാണ് 0.34 നാനോമീറ്റർ അല്ലെങ്കിൽ 3.4 ആംസ്ട്രോം. 10 എണ്ണത്തിൻ്റെത് 3.4 നാനോമീറ്റർ ആണ്. അപ്പോൾ ഒരു ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിൻ്റെത് 0.34 നാനോമീറ്റർ അല്ലെങ്കിൽ 3.4 ആംസ്ട്രോം എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇതാണ് 4th പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന 5th പോയിന്റ് ആണ്. 5th പോയിന്റ് പറഞ്ഞതാണ്, ഒരു ബേസ് പെയറിന് മുകളിൽ അടുത്ത ബേസ് പെയർ ഇങ്ങനെ അടുക്കി വെക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് DNA സ്റ്റേബിൾ ആയിരിക്കുന്നത്. മാത്രമല്ല ഈ അഡീഷണൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഹൈഡ്രജൻ ബോണ്ടും പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ബേസ് പെയറിന്റെ മുകളിൽ അടുത്ത ബേസ് പെയർ ഇങ്ങനെ അടുക്കി വെക്കുന്നു. മാത്രമല്ല ഹൈഡ്രജൻ ബോണ്ടും കൂടി ചേർന്ന് DNAക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് 5th പോയിന്റ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഒരു ബേസ് പെയർ അടുത്ത ബേസ് പെയറിന്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെക്കുന്നു. അത് DNAക്ക് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. മാത്രമല്ല അഡീഷണൽ ആയിട്ടുള്ള ഈ ഹൈഡ്രജൻ ബോണ്ടും അഡീഷണൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് DNAക്ക്. ഇതാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. പിന്നെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പോയിന്റ് പറയുകയാണ്. ഈ രണ്ട് സ്ട്രാൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുകയാണ്. ഈ രണ്ട് സ്ട്രാൻഡ് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് 2 നാനോമീറ്റർ. രണ്ട് സ്ട്രാൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 2 നാനോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ രണ്ട് സ്ട്രാൻഡും തമ്മിലുള്ളത്. ഓക്കെ ആണല്ലോ. ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ള ഫീച്ചേഴ്സ് ഓഫ് DNA ഡബിൾ ഹെലിക്സ്. ഫസ്റ്റ് പറഞ്ഞതാണ് ബാക്ക് ബോൺ ഓഫ് DNA is made up of sugar and phosphate. സെക്കൻഡ് പോയിന്റ് ആണ് ബോത്ത് സ്ട്രാൻഡ്സ് ആർ ആന്റിപാരലൽ. അതായത് ബോത്ത് സ്ട്രാൻഡ്സ് ആർ ആന്റിപാരലൽ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ അടുത്ത സ്ട്രാൻഡ് തിരിച്ചിങ്ങോട്ട് ആയിരിക്കും വരിക. 5' to 3' ഇങ്ങോട്ട് വരും. ഇതാണ് ബോത്ത് സ്ട്രാൻഡ്സ് ആർ ആന്റിപാരലൽ. മൂന്നാമത്തേത് പറഞ്ഞതാണ് adenine always pairs with thymine with the help of 2 hydrogen bond and guanine pairs with cytosine with the help of 3 hydrogen bond. ഓക്കെ ആണല്ലോ. ഫോർത്ത് പോയിന്റ് പറഞ്ഞതാണ് വൺ കംപ്ലീറ്റ് ടേൺ, ദാറ്റ് ഈസ് 360 ഡിഗ്രി ഉള്ള ടേൺ. കംപ്ലീറ്റ് ടേൺ നമ്മൾ പറയുന്ന പേരാണ് പിത്ത്. പിത്ത് എന്ന് പറയുമ്പോൾ 10 ബേസ് പേഴ്സ് അല്ലെങ്കിൽ 10 ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ആണ് വരുന്നത്. അതിന്റെ ലെങ്ത് 3.4 നാനോമീറ്റർ ആണ്. 10 ബേസ് പേഴ്സ് ആണ് വരിക. എന്നാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബേസ് പെയർ എന്ന് പറയുമ്പോൾ ഒരു ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിന്റെ ലെങ്ത് പറയുകയാണ്. ഇത് 10 ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിന്റെ ലെങ്ത് ഇത്രയാണ് 3.4 ആണെങ്കിൽ ഒരു ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 10 ആയിരിക്കും. അപ്പോൾ 0.34 നാനോമീറ്റർ. 0.34 നാനോമീറ്റർ നമുക്ക് 3.4 ആംസ്ട്രോം എന്ന് നമുക്ക് പറയാം. ലാസ്റ്റ് പോയിന്റ് പറയുന്നതാണ് ഒരു ബേസ് പെയറിന്റെ മുകളിൽ അടുത്ത ബേസ് പെയർ ഇങ്ങനെ അടുക്കി വെക്കുന്നു. മാത്രമല്ല അതുകൊണ്ട് DNAക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നു. മാത്രമല്ല അഡീഷണൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഹൈഡ്രജൻ ബോണ്ടുകളാണ് എന്ന് പറഞ്ഞു. നമ്മൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഒരു പോയിന്റ് കൂടി പറഞ്ഞു. ഈ രണ്ട് സ്ട്രാൻഡ് ഓഫ് DNA തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 നാനോമീറ്റർ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ.